ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഡിഷ് ചിക്കൻ കൊണ്ടാട്ടമാണ്. ചിക്കൻ്റെ സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് ചിക്കൻ കൊണ്ടാട്ടം. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ 1 കിലോ എടുത്തിട്ടുണ്ട്. ചിക്കൻ തോല് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം എല്ലോടുകൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ഉള്ളി 20 എണ്ണം. ചെറിയ ഉള്ളി തോല് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മീഡിയം സൈസിലുള്ള 1 കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുത്തതാണ്. പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില 2 തണ്ട്, കുറച്ച് മല്ലിയില, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉണക്കമുളക് 10 എണ്ണം, മുട്ട 1 എണ്ണം വലുത്, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, നാരങ്ങ 1 എണ്ണം ചെറുത്, ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1.5 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉണക്കമുളകിൽ നിന്നും 6 എണ്ണം എടുത്ത് ഞാൻ തരിതരിപ്പായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഉണക്കമുളക് അല്ലെങ്കിൽ കൊണ്ടാട്ടമുളക് ഉപയോഗിക്കുക. അടുത്തായിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ മുട്ട പൊട്ടിച്ച് ഒരു ബൗളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ട ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. വലിയ കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം എടുത്താൽ മതിയാകും. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഞാനിപ്പം നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിരിക്കുക. ഇത് നമുക്ക് ചിക്കനിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ചിക്കൻ ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചിക്കൻ എല്ലോട് കൂടി തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇതിലോട്ട് ബീറ്റ് ചെയ്ത മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് ഗ്രേവി തയ്യാറാക്കുമ്പോഴേക്കും ആവശ്യമുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ചിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ 2 വലിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണെങ്കിലും എരിവ് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരിക്കും, അതേസമയം നല്ല കളറും കിട്ടും. നമുക്ക് ഹോട്ട് ചില്ലി പൗഡറാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ എരിവ് കുറച്ച് കൂടുതലാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർക്കാം 1/2 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നാരങ്ങ നീര് ചേർക്കാം. ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞതാണ് ചേർക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇതെല്ലാം എത്താൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ഇതിനെ ഇതുപോലെ നന്നായിട്ട് തിരുമ്മണം. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിതിന് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. സമയമില്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിനെ മീഡിയം ഹീറ്റിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 1 സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും മൊരിയിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ പീസെല്ലാം ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് മുഴുവൻ ചിക്കൻ പീസും നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ വെളിച്ചെണ്ണയിൽ നിന്ന് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ആ എണ്ണയൊന്ന് അരിച്ചിട്ട് മറ്റൊരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന 4 ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഉണക്കമുളക് നമുക്ക് അവസാനം നമ്മുടെ ഡിഷ് തയ്യാറായി കഴിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഉണക്കമുളക് ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ പകുതി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി പകുതി ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് രണ്ടായിട്ടൊന്ന് നടുവെ കട്ട് ചെയ്തിട്ടിടുക. 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതെല്ലാം പേസ്റ്റ് ആക്കി ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതിനെ ലോ ഹീറ്റിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റാം. ഒരു 2-3 മിനിറ്റ് ലോ ഹീറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വീണ്ടും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരാൻ അധികം സമയം വേണ്ട. കാരണം നമ്മൾ ചൂടുവെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് മീഡിയം ഹീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ കൊണ്ടാട്ടം മുളക് ഉണ്ടെങ്കിൽ അത് ക്രഷ് ചെയ്ത് ചേർക്കുക. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിലോട്ട് വേണ്ടത് കൊണ്ടാട്ടം മുളകാണ്. ഇതിൻ്റെ പേര് തന്നെ ചിക്കൻ കൊണ്ടാട്ടം എന്നാണ്. അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഉണക്കമുളക് ചേർത്തത്. നമ്മുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. ഈ ചിക്കനിലോട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പം നമ്മളൊരു 5 മിനിറ്റും കൂടെ ഇതിനെ കുക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളിലോട്ട് ഇപ്പം നന്നായിട്ട് ഗ്രേവിയൊക്കെ പിടിച്ച് എരിവൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ ഇതിനെ വഴറ്റി കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. പക്ഷേ ഇത്രയും മതിയാവും. കാരണം നമ്മൾ ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ഒപ്പം കഴിക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തളിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ, എരിവ് കുറവല്ല കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എരിവും ഉപ്പും ഒക്കെ പാകത്തിനുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ കൊണ്ടാട്ടം മുളക് ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തിടുക. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇപ്പോൾ സെർവ് ചെയ്യാനായിട്ട് റെഡിയായി കഴിഞ്ഞു. ചിക്കൻ്റെ ഈ സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും എല്ലാം പറ്റിയ നല്ലൊരു ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ചാനലിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. താങ്ക്